നമസ്കാരം. ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്ക ദശകങ്ങളായി പിന്തുടരുന്ന ഒരു ശീലമാണ്. ഈ സാമ്രാജ്യത്വ ശീലം ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടാ പണിയിൽ എത്തി നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തന്നെയാണ് ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. വെൽസോലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കിലാക്കിയ അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ലോകത്തെ സമാധാനപരമായി നയിക്കേണ്ട ഐക്യരാഷ്ട്രസഭ ഇത്തരം ധിക്കാരപരമായ നടപടികൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുമ്പോൾ ഇനി എന്ത് അന്താരാഷ്ട്ര നിയമം, എന്ത് UN എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. വെൽസോലയിൽ നടപ്പിലാക്കിയ അതേ അട്ടിമറി തിരക്കഥയുടെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വെൽസോലയിൽ ഭരണത്തലവനെ നേരിട്ട് ആക്രമിച്ചെങ്കിൽ ഇറാനിൽ ആഭ്യന്തര സംഘർഷങ്ങൾ പടർത്തി ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ തെരുവുകളിൽ ഇപ്പോൾ നാം കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ സ്വാഭാവികമായ ജനരോഷമല്ല, മറിച്ച് പുറത്തുനിന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വിനാശകരമായ തന്ത്രങ്ങളുടെ എഫക്റ്റ് ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വർഷങ്ങളായി ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ അമേരിക്ക ഉപരോധങ്ങൾ എന്ന ആയുധം ഉപയോഗിക്കുന്നുണ്ട്. ഒരു ജനതയെ പട്ടിണിക്കിട്ടും മരുന്നും അത്യാവശ്യ സൗകര്യങ്ങളും നിഷേധിച്ചും തളർത്തുക എന്നതായിരുന്നു ഒന്നാം ഘട്ടം. ഉപരോധത്തിലൂടെ സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യത്ത് ചാരന്മാരെ ഇറക്കി ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ ഇളക്കി വിടുക എന്നത് അമേരിക്കയുടെ പഴയ തന്ത്രമാണ്. ഇറാനിലെ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ മറയാക്കി പ്രതിഷേധ തീ പടർത്താൻ അമേരിക്കൻ ചാര സംഘടനയായ CIA-യും ഇസ്രായേലിന്റെ മൊസാദും ഇറാനിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവിടുത്തെ ഭരണ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കം ആധുനിക ലോകത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നു. ആയുധം കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ഇറാനെ ആഭ്യന്തര കലാപത്തിലൂടെ തകർക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വെനിസ്വേലയിൽ ചെയ്തതുപോലെ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കാനുള്ള ഈ നീക്കം ലോകം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂടുകൾ വെറും നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന ഈ അധീശത്വ പോരാട്ടം അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുന്നതാണ്. ഇറാന്റെ മണ്ണിൽ പടരുന്ന ഓരോ പ്രതിഷേധത്തെയും വാഷിംഗ്ടണിലെയും ടെൽ അവീവിലെയും ചാര കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തവും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനതയെ മുഴുവൻ കുരുതി കൊടുക്കുന്ന ഈ സാമ്രാജ്യത്വ ഗുണ്ടായുസത്തിനെതിരെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അമേരിക്ക ഇറാനെതിരെ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം സാമ്പത്തിക ഉപരോധം തന്നെയാണ്. ഇറാന്റെ എണ്ണ വ്യാപാരവും ബാങ്കിംഗ് ഇടപാടുകളും തടയുന്നതിലൂടെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ പട്ടിണിയും വിലക്കയറ്റവും സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടത്തിനെതിരെ ജനരോഷം ഉയരും. ഈ ജനരോഷത്തെ ആഭ്യന്തര കലാപമാക്കി മാറ്റാനാണ് അമേരിക്കൻ ചാര സംഘടനകൾ ശ്രമിക്കുന്നത്. അട്ടിമറി രാഷ്ട്രീയത്തിന്റെ തിരക്കഥ വെനിസ്വേലയിൽ നാം കണ്ടതുപോലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയോ ഭരണകൂടത്തെയോ അസ്ഥിരപ്പെടുത്തുക എന്നത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു. അത് സത്യമാണ്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ഉള്ളിൽ ചാരന്മാരെ ഉപയോഗിച്ച് ഭരണകൂട വിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. ജനകീയ പ്രതിഷേധം എന്ന ലേബലിൽ സായുധ സംഘങ്ങളെ ഇറക്കി ആഭ്യന്തര യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുക എന്നതാണ് ഈ തന്ത്രം. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ചൈന, റഷ്യ എന്നീ വൻ ശക്തികളുടെ നിലപാടുകളും അവ ഈ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതും നമ്മൾ ഇവിടെ പറയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ റഷ്യയുടെ നിലപാടിലേക്ക് വരാം. സൈനികവും തന്ത്രപരവുമായ പ്രതിരോധമാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് അമേരിക്കയുടെ സാമ്രാജ്യത്വ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഇറാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷി തന്നെയാണ് റഷ്യ. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇറാനും റഷ്യയും ഒന്നിച്ചു നിന്ന് അമേരിക്കൻ അജണ്ടകളെ പരാജയപ്പെടുത്തിയത് നാം കണ്ട കാഴ്ചയാണ്. വെനിസ്വേലയിലും ഇറാനിലും അമേരിക്ക നടത്തുന്ന ഭരണകൂട അട്ടിമറി നീക്കങ്ങൾ റഷ്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണ്. അമേരിക്ക നടത്തുന്ന ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാനെ സഹായിക്കുന്നതും ഇതേ റഷ്യ തന്നെ. ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് തടയാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായ മുന്നറിയിപ്പുകളും നൽകി വരുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം ചൈനയുടെ നിലപാടാണ്. അവർ സാമ്പത്തിക സുരക്ഷയും ഊർജവുമാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അതായത് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കുന്നതിൽ ചൈന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ചൈന. ഇറാനുമായി 25 വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാറിൽ ചൈന ഒപ്പിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം കോടിക്കണക്കിന് ഡോളറാണ് ചൈന ഇറാനിൽ നിക്ഷേപിക്കുന്നത്. അമേരിക്ക ഇറാനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ചൈന നൽകുന്ന ഈ സാമ്പത്തിക പിന്തുണയാണ് ഇറാനെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഒരു ഗാർഡിയൻ ഏഞ്ചൽ ആണ് ചൈന എന്നർത്ഥം.
ഏഷ്യയിൽ അമേരിക്കൻ മേധാവിത്വം തടയാൻ ഇറാന്റെ നിലനിൽപ്പ് ചൈനയ്ക്ക് അനിവാര്യവുമാണ്. മൂന്നാമത്തെ കാര്യം ബഹുധ്രുവ ലോകക്രമമാണ്. അതായത് അമേരിക്ക ഏകപക്ഷീയമായി ലോകത്തെ ഭരിക്കുന്ന കാലം അവസാനിച്ചു എന്നതിന്റെ തെളിവാണ് ചൈനയുടെയും റഷ്യയുടെയും ഈ നിലപാടുകൾ. വെനസ്വേലയിൽ അമേരിക്കൻ ഇടപെടൽ പരാജയപ്പെട്ടതും ഇറാനെ ഇത്രയേറെ പ്രതിരോധിക്കാൻ കഴിയുന്നതും ഈ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അമേരിക്കയുടെ ഡോളർ രാഷ്ട്രീയം തകർക്കാൻ റഷ്യയും ചൈനയും ഇറാനും അടങ്ങുന്ന രാജ്യങ്ങൾ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണിയാണ്. അതായത് ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടാൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല, മറിച്ച് റഷ്യയും ചൈനയും ഇറാന്റെ ഭാഗത്തും അമേരിക്കയും ഇസ്രായേലും മറുവശത്തും അണിനിരക്കുന്ന ഒരു ആഗോള യുദ്ധത്തിലേക്ക് ആ കാര്യങ്ങൾ നയിച്ചേക്കാം. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക കൊണ്ടുവരുന്ന ഇറാൻ വിരുദ്ധ പ്രമേയങ്ങളെ റഷ്യയും ചൈനയും വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. അവർ കൃത്യമായിട്ട് ഇറാന് സംരക്ഷണം നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ അധിനിവേശ തന്ത്രങ്ങൾക്ക് റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്നുണ്ട് എന്നർത്ഥം. വെനസ്വേലയിൽ പിടികൂടിയതുപോലെ ഒരു ഭരണത്തലവനെ തട്ടിക്കൊണ്ടു പോകുന്ന ഗുണ്ടാ രാഷ്ട്രീയം ഇറാനിൽ അത്ര എളുപ്പമാകില്ലെന്ന് അമേരിക്ക കൃത്യമായിട്ട് ഇപ്പോഴറിയാം. അതുകൊണ്ടാണ് ചാരന്മാരെ വിട്ടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും ഇറാനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെനസ്വേലയിൽ നടത്തിയതുപോലെ ഒരു ഓപ്പറേഷൻ ഇറാനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളി ഇസ്രായേൽ തന്നെയാണ് അല്ലെ. ഇറാന്റെ ആണവ പദ്ധതികളും സൈനിക കരുത്തും തകർക്കുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ഏതൊരു നീക്കത്തിലും അമേരിക്കയ്ക്ക് പിന്നിൽ ഇസ്രായേലിന്റെ കൃത്യമായ ബുദ്ധിയും ചാരപ്രവർത്തനവും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. സിറിയയിലും ലബനിലും ഇറാന് ലഭിക്കുന്ന സ്വാധീനം തടയുക എന്നതും ഈ സംഘർഷത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇറാനാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ ശത്രു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ തകർച്ച ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ നിസ്സഹായതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടാൻ പാടില്ലെന്ന രാജ്യാന്തര നിയമം അമേരിക്ക കാറ്റിൽ പറത്തുന്നു. വെനസ്വേലൻ പ്രസിഡന്റിനെതിരെയുള്ള നീക്കം പോലെ ഇറാനിലും അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കപ്പെടാത്ത ഒരു പടയൊരുക്കമാണ് നടക്കുന്നതൊക്കെ. ഇത് ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അത്ര ഗൗരവകരമായ സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇറാനിൽ ഇപ്പോൾ കാണുന്നത് കേവലം ഒരു പ്രതിഷേധമല്ല എന്നതാണ് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. മറിച്ച് ഉപരോധം കൊണ്ട് തളർത്തി ചാരന്മാരെ കൊണ്ട് ഭിന്നിപ്പിച്ച് അവസാനം ഭരണം പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കുടിലമായ അധിനിവേശ തന്ത്രം മാത്രമാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ മുൻകാല ചരിത്രവും നിലവിലെ സാഹചര്യങ്ങളും വിശകലനം ചെയ്താൽ അടുത്ത വെനസ്വേലയാണ് ഇറാൻ എന്ന നിഗമനത്തിലേക്ക് ലോകം എത്തിച്ചേരുന്നതിൽ തെറ്റില്ല. അതായത് അങ്ങനെ പറയുന്നതിൽ യാതൊന്നും നമുക്ക് പറയാനില്ല. വെനസ്വേലയിൽ നാം കണ്ടത് ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അംഗീകരിക്കാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ, അതായത് ഹുവാൻ ഹൊഡായെ പോലുള്ള ഒരാളെ പ്രതിഷ്ഠിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതാണ്. അതിന്റെ അടുത്ത ഘട്ടമായാണ് ഭരണത്തലവനെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ഇറാനിലും സമാനമായ ഒരു ഭരണകൂട മാറ്റം അല്ലെങ്കിൽ റെജീം ചേഞ്ച് ആണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ജനകീയ പ്രതിഷേധങ്ങളെ ഹൈജാക്ക് ചെയ്ത് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം ഇറാനിൽ അമേരിക്ക സജീവമായിട്ട് നടത്തി വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കൽ വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ വ്യാപാരം ഉപരോധങ്ങളുടെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടല്ലോ. ഇതേ തന്ത്രം തന്നെയാണ് ഇറാനിലും ഇവർ പ്രയോഗിക്കുന്നത്. ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഇല്ലാതാക്കിയും അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തിയും ജനങ്ങളെ പട്ടിണിക്കിട്ട് കലാപത്തിലേക്ക് നയിക്കുക എന്ന കൃത്യമായ പ്ലാൻ അമേരിക്ക നടപ്പിലാക്കുന്നുണ്ട്. ഉപരോധം കൊണ്ട് തോൽപ്പിക്കുക, ശേഷം ആഭ്യന്തര കലാപത്തിലൂടെ അട്ടിമറിക്കുക എന്ന വെനസ്വേലൻ മോഡൽ തന്നെയാണ് ഇറാനിലും ഇപ്പോൾ അമേരിക്ക പരീക്ഷിക്കുന്നത്. വെനസ്വേലയിൽ അട്ടിമറി ശ്രമങ്ങൾക്ക് പിന്നിൽ CIA സാന്നിധ്യം വ്യക്തമാണ്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ സായുധ സംഘങ്ങൾ നുഴഞ്ഞു കയറുന്നതും അതുപോലെ തന്നെ ഭരണകൂട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും പുറത്തുനിന്നുള്ള സഹായത്തോടെ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളെ ഒരു ആഭ്യന്തര യുദ്ധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് വെനസ്വേലൻ തിരക്കഥയുടെ ആവർത്തനമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭയുടെ നിശബ്ദത വെനസ്വേലയിൽ ഒരു രാജ്യത്തിന്റെ തലവനെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടാപണിക്ക് അമേരിക്ക തുനിഞ്ഞപ്പോൾ UN വെറും കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ലോകം കാണുന്നത്. ഈ നിസ്സഹായതയാണ് ഇറാനിലും ഇടപെടാൻ അമേരിക്കയ്ക്ക് ധൈര്യം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നിയമങ്ങൾ പാലിക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുമ്പോൾ ഇറാനും മറ്റൊരു വെനസ്വേലയായി മാറാനുള്ള സാധ്യതകൾ ഇവിടെ വർദ്ധിച്ചു വരികയല്ലേ ചെയ്യുന്നുള്ളൂ. എങ്കിലും ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. വെനസ്വേലയെ അപേക്ഷിച്ച് ഇറാന്റെ സൈനിക കരുത്തും റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ പ്രതിരോധ ബന്ധവും വളരെ ശക്തമാണ്. അതായത് ഇത്രത്തോളം എളുപ്പമല്ല എന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ ചെയ്തതുപോലെ അത്ര എളുപ്പത്തിൽ ഇറാനെ വിഴുങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അമേരിക്കയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അത് ഇറാനെ മറ്റൊരു വെനസ്വേലയാക്കി മാറ്റി അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്ന് തന്നെയാണ്. എണ്ണ വിഭവങ്ങൾ കൂടുതലുള്ള രാഷ്ട്രമാണല്ലോ ഇറാനും. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ തന്ത്രങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഇറാൻ അടുത്ത വെനസ്വേലയാകാൻ അധിക സമയം വേണ്ടിവരില്ല. പക്ഷെ അത് എത്ര എളുപ്പമല്ല എന്ന കാര്യം അമേരിക്കയും കൃത്യമായിട്ട് അറിയാം.
ലോകത്തെ ഭയപ്പെടുത്തുന്നതും ഈ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ആവർത്തനം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യം ഉണ്ടെന്ന് തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.